നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ഇതുപോലെ ചിക്കൻ കറി വെച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് വെക്കുന്ന ചിക്കൻ കറിയാണ്. നമ്മൾ വേറെ പല രീതിയിലുള്ള ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മളിതെല്ലാം ഇതുപോലെ പെട്ടി ഇതിലേക്ക് ഒരു നാരങ്ങ നീര്, നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ട് പെട്ടി വയ്ക്കുക. നമ്മളിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലയും കുരുമുളകിൻ്റെ എരിവും എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പം ഇത് നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 നുള്ളു മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒത്തിരി അങ്ങ് അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെയ്തതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മസാലക്കൂട്ടെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞേ വരാവുള്ളൂ. ആ പരുവത്തിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ വട്ട അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. 2 കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്കയുടെ കുരു മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം, കരിഞ്ഞു പോകരുത്. മുളകും മല്ലിയുടെ എല്ലാത്തിൻ്റെ നല്ല പച്ച കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ചെറിയ സവോളയും 10-20 കഷ്ണം ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറു തീയിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. സവോള നന്നായിട്ട് വാടുക, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കുള്ളൂ. നന്നായിട്ട് വാടണം. അതുവരെ നമ്മളൊന്ന്
ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി സവളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറിയെല്ലാം നന്നായിട്ട് കൂട്ടിയ ശേഷം പാകമായതിന് ശേഷം നമുക്ക് നോക്കാം ഇനി ഇതിന് ഉപ്പ് വേണമെന്ന്. അങ്ങനെ വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മൾ ഇതേപോലെ എല്ലാം പരത്തി യോജിപ്പിച്ച ശേഷം ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ കറി വയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ തണുപ്പിച്ച വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉടനെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതേപോലെ ഇത്രയും വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കനിൽ വെള്ളമുണ്ട്, അതുകൂടെ ഇറങ്ങി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയാകും. നമുക്കൊരു 10-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇത് വെന്ത് തട്ട് നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമ്മളത് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇതേപോലെ 1-2 പ്രാവശ്യം തുറന്നെടുത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ 20 മിനിറ്റോളമായി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവിയോടുകൂടി കണ്ടില്ലേ. അപ്പം നമുക്ക് ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. മല്ലിയില, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ പെരട്ട്. അതായത് നമുക്ക് ഇതിന് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഒന്നുകൂടെ പറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ചോറിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും എല്ലാം കൂടെ കൂട്ടാവുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.